ജൽജീവൻ മിഷൻ പ്രവൃത്തിയിൽ ജില്ലയിൽ മാത്രം ചിലവഴിക്കുന്നത് 5987 കോടി രൂപ. മന്ത്രി റോഷി അഗസ്റ്റിൻ. മുതുവല്ലൂർ പഞ്ചായത്തിലെ ഹർഘർ ജൽ പ്രഖ്യാപനവും പദ്ധതി സമർപ്പണവും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് അതിവേഗം പുരോഗമിക്കുകയാണെന്നും മലപ്പുറം ജില്ലയിൽ മാത്രം ഇതിനായി കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ഉൾപ്പെടുത്തി 5987 കോടിയുടെ പ്രവൃത്തികളാണ് നടക്കുന്നതെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലയിലെ ആദ്യ ഹർഘർ ജൽ പഞ്ചായത്ത് പ്രഖ്യാപനത്തിനായി കൊണ്ടോട്ടിയിലെ മുതുവല്ലൂർ പഞ്ചായത്തിലെ മുണ്ടക്കുളം അങ്ങാടിയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ശുദ്ധജല വിതരണത്തിനായി ജൽജീവൻ മിഷൻ പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ നിരവധി കടമ്പകൾ ഉണ്ടായിരുന്നു. കൂട്ടായ പ്രവർത്തനവും ഇച്ഛാശക്തിയുമാണ് പദ്ധതി പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ കാരണമായത്. എല്ലാ ഭവനങ്ങളിലും ശുദ്ധജലം ലഭ്യമാക്കാനായി വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര വിഹിതം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ചെലവഴിക്കുന്നത്. പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി നബാർഡിൽ നിന്നും 5000 കോടി രൂപയുടെ വായ്പ ലഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര വിഹിതമായ 5000 കോടി രൂപ കൂടെ ലഭ്യമാകുമ്പോൾ സംസ്ഥാനത്ത് ശുദ്ധജല വിതരണത്തിൽ ചരിത്രപരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഹർഘർ ജൽ പ്രഖ്യാപനം നടത്തുവാൻ മലപ്പുറം ജില്ലയിലെ മുതുവല്ലൂർ പഞ്ചായത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ ഒരു നാടിൻ്റെ ഏറ്റവും സന്തോഷദായകമായ ഒരു നിമിഷമാണ്. ശുദ്ധമായ ജലം എല്ലാ വീടുകളിലും ലഭിക്കുന്നു എന്നുള്ളത് മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലായ്പ്പോഴും എല്ലാ സമയത്തും നമ്മുടെ ജീവിതഭാരം ലഘൂകരിക്കാൻ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് 23% മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇന്ന് 53% പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ ഇതിനോടകം 100% പ്രവൃത്തികൾ പൂർത്തിയാക്കി. സംസ്ഥാനത്തെ ആദ്യത്തെ ഹർഘർ ജൽ നിയോജക മണ്ഡലമായി. സംസ്ഥാനത്ത് 15 നിയോജക മണ്ഡലങ്ങളിലും 120 ഗ്രാമപഞ്ചായത്തുകളിലും പദ്ധതി പൂർത്തീകരിച്ച് ഹർഘർ ജൽ സ്ഥാപനങ്ങളായി മാറി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളിൽ നിന്നും ലഭിച്ച സഹകരണ മനോഭാവമാണ് പദ്ധതി പൂർത്തീകരണത്തിന് സഹായിച്ചതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് 2028 വരെ കേന്ദ്രം സമയം നീട്ടി നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ ടി. വി. ഇബ്രാഹിം എം. എൽ. എ അധ്യക്ഷത വഹിച്ചു. ഇ. ടി. മുഹമ്മദ് ബഷീർ എം. പി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹർഘർ ജൽ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് ചീക്കോട് കുടിവെള്ള പദ്ധതി പ്രധാന പങ്ക് വഹിച്ചു. ചീക്കോട് ജലശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിച്ച ജലം വിവിധ സംഭരണികളിലൂടെ മുതുവല്ലൂരിലെ എല്ലാ വീടുകളിലും എത്തിക്കുന്നു. ചീക്കോട്, ചുള്ളിക്കോട് എന്നിവിടങ്ങളിലെ ഭൂതല, ഉന്നതതല ജലസംഭരണികളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.